പവിത്രത്തിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഉറക്കത്തിൽ നിന്നുണർന്ന അനിയൻകുട്ടനെ കാണാൻ വിക്രമിനെയും വേദയെയും വിളിപ്പിച്ചിരിക്കുകയാണ് ഡോക്ടർ. അവന്റെ പേടി മുഴുവനായി മാറിയിട്ടില്ല. അതുകൊണ്ട് പറയാനുള്ള കാര്യങ്ങൾ എല്ലാവരും ഉള്ളപ്പോൾ അവന് പറയാൻ കഴിയണമെന്നില്ല. അച്ഛൻ വിക്രമിനോട് പറഞ്ഞു. അങ്ങനെ അവർ അനിയൻകുട്ടന്റെ അരികിലേക്ക് പോവുകയാണ്. കഴിഞ്ഞുപോയ കാര്യങ്ങളെല്ലാം ഓർത്ത് അനിയൻകുട്ടൻ കരയുന്നു. വിക്രമിനെ കണ്ട് അനിയൻകുട്ടൻ കെട്ടിപ്പിടിക്കുകയാണ്. വിക്രം, എന്റെ മുന്നിൽ വെച്ചാണ് അവർ പുളിക്കനെ. അനിയൻകുട്ടൻ പറഞ്ഞു. ശരിക്കും എന്താണ് ഉണ്ടായത്? നീയാ പുളിക്കന്റെ മരണത്തിന്റെ ഏക ദൃക്സാക്ഷി. നിന്റെ മൊഴിയില ഇനി നമ്മൾ നിയമത്തിന്റെ മുന്നിൽ പോരാടാൻ പോകുന്നത്, വേദ അനിയൻകുട്ടനോട് പറഞ്ഞു. അങ്ങനെ അനിയൻകുട്ടൻ അന്ന് നടന്ന സംഭവങ്ങളെല്ലാം അവരോട് പറയുകയാണ്. ചന്ദ്രശേഖരൻ പറഞ്ഞതനുസരിച്ച് ശ്രീകാന്താണ് പുളിക്കനെ കൊലപ്പെടുത്തിയതെന്ന സത്യം അനിയൻകുട്ടൻ അവരോട് പറയുന്നു. അനിയൻകുട്ടൻ പറയുന്നത് കേട്ട് വിക്രവും വേദയും പരസ്പരം മുഖത്തോട് മുഖം നോക്കുകയാണ്. എനിക്കും അതുതന്നെയായിരുന്നു സംശയം. ശ്രീകാന്ത് നിന്റെ സ്വന്തം ചോരയാണല്ലോ. അങ്ങനെ ഒരാളെക്കുറിച്ച് തെളിവില്ലാത്ത ആരോപണം പറയരുതല്ലോ എന്നു കരുതി സൂചിപ്പിച്ചില്ല എന്ന് മാത്രം വിക്രം വേദയോട് പറഞ്ഞു. എന്ത് പറയണമെന്നറിയാതെ വേദ നിശബ്ദയായി. എത്രയും പെട്ടെന്ന് ഈ വിവരങ്ങൾ വേദയുടെ അച്ഛനെ അറിയിക്കണം എന്ന് അച്ഛൻ പറയുകയാണ്. നാട്ടിലേക്ക് തിരിച്ചു പോകണം. നിയമപരമായി ചെയ്യാൻ കഴിയുന്നതെല്ലാം ചെയ്യണം, അച്ഛൻ പറഞ്ഞു. അങ്ങനെ വിക്രമിനും വേദയ്ക്കും എല്ലാവിധ നന്മകളും നേർന്നുകൊണ്ട് അച്ഛൻ പോവുകയാണ്. എപ്പോഴാ മടക്കം? സേതു വിക്രമിനോട് ചോദിച്ചു. ഇന്നത്തെ കല്യാണാഘോഷം കഴിഞ്ഞ് നാളെ തന്നെ മടങ്ങും. പോകുന്നതിനു മുൻപ് ഇവൾക്കൊരു ആഗ്രഹമുണ്ട്. കണ്ണീർമലയിലുള്ള ആ ഗന്ധർവ ക്ഷേത്രം ഇവൾക്കൊന്ന് കാണണം. സേതുവിന് ചെറിയൊരു പരിപാടിയുണ്ടെന്നും അത് കഴിഞ്ഞ് സേതു മലയിലേക്ക് വരാമെന്നും അവിടെ നിന്ന് ഒരുമിച്ച് പോകാമെന്നും സേതു അവരോട് പറയുകയാണ്. വൈകിട്ട് കല്യാണത്തിന് കാണാം എന്ന് പറഞ്ഞ് സേതു പോകുന്നു. എല്ലാവരും പോയ ശേഷം വേദ അച്ഛൻ ശങ്കരനാരായണനെ വിളിച്ച് കാര്യങ്ങൾ പറയുകയാണ്. ഇപ്പോൾ ഇടുക്കിയിലാണ് അവർ ഉള്ളതെന്നും പുളിക്കനെ കൊന്നത് ആരാണെന്ന് അറിയുന്നത് വരെ മാറി നിൽക്കാമെന്ന് വിചാരിച്ചു എന്നും അതിപ്പോൾ മനസ്സിലായി എന്നും വേദ ശങ്കരനോട് പറയുന്നു. അമ്മ ഇത് അറിയരുതെന്നും കുറ്റവാളിയെ അന്വേഷിക്കേണ്ടത് പുറത്തല്ല, അവർ നമ്മളോടൊപ്പം തന്നെ ഉണ്ടായിരുന്നു എന്നും വേദ പറഞ്ഞു. ശ്രീകാന്തിന്റെ പേരാണോ നീ പറയാൻ പോകുന്നത്? ശങ്കരൻ ചോദിച്ചു. ഒപ്പം ചന്ദ്രശേഖരൻ അങ്ങളും ഉണ്ടായിരുന്നു. വേദ പറയുന്നത് കേട്ട് ശങ്കരൻ ഞെട്ടുകയാണ്. ഇത് കേട്ട് ശങ്കരൻ പറഞ്ഞു. ഇനി ഒരു നിമിഷം നിങ്ങൾ അവിടെ നിൽക്കരുത്. ഉടൻ തന്നെ തിരിച്ചു വരണം. എങ്ങോട്ട് വരണം, എവിടെ താമസിക്കണം എന്നുള്ളത് ഞാൻ അറിയിക്കാം. ഒരാളെയും അറിയിക്കാതെ നമുക്കിത് നിയമപരമായി നേരിടണം, ശങ്കരൻ വേദയോട് പറഞ്ഞു. എടുത്തു ചാടി ഇനി ഒന്നും ചെയ്യരുത്. എന്ത് കാര്യത്തിനും ഇനി ഞാൻ കൂടെയുണ്ട്. നാളെ എങ്ങോട്ടാണ് വരേണ്ടത് എന്ന് ഞാൻ പറയാം, ശങ്കരൻ വിക്രമിനോട് പറഞ്ഞു. അവരെ രണ്ടുപേരെയും നിയമത്തിന് മുന്നിൽ എത്തിക്കണം. നിങ്ങൾ സമാധാനത്തോടെ ഇരിക്കെ, ദൈവം ഒപ്പമുണ്ട്, അച്ഛൻ പറഞ്ഞു. അവരിവിടെയും നമ്മളെ തേടി വരുമോ എന്ന് അനിയൻകുട്ടൻ ചോദിക്കുകയാണ്. ഇല്ല, ഇന്ന് രാത്രി സന്തോഷിന്റെ വിവാഹവും ഉത്സവവും ഒരുമിച്ച് ആഘോഷിച്ച് നമ്മൾ ഇവിടെ നിന്ന് പോകും, വിക്രം അനിയൻകുട്ടനോട് പറഞ്ഞു. അത് കേട്ടപ്പോൾ എല്ലാവർക്കും സന്തോഷമായി. ശ്രീകാന്തും ചന്ദ്രശേഖരനും ജോബിയും മറ്റൊരു കെണി ഒരുക്കുകയാണ്. പുളിക്കന്റെ മരണത്തിന് ജീവനുള്ള ഒരു ദൃക്സാക്ഷിയെ വേണ്ട, അനിയൻകുട്ടനെ ഇല്ലാതാക്കണം. വിക്രമിനെയും വേദയെയും സുരക്ഷിതമായി ഇവിടെ എത്തിക്കണം. ഇവിടെ വന്നിട്ടാകാം ബാക്കി. വാസവൻ ഏൽപ്പിച്ച ഗുണ്ടകളാണ് എന്നേ അവർ അറിയാൻ പാടുള്ളൂ, ചന്ദ്രശേഖരൻ ഗുണ്ടകളോട് പറയുകയാണ്. വേദയുടെ പേരിലുള്ളതെല്ലാം നമ്മുടെ പേരിലാക്കിയിട്ടേ നമ്മൾ ഈ കളി അവസാനിപ്പിക്കൂ, ചന്ദ്രശേഖരൻ ശ്രീകാന്തിനോട് പറയുകയാണ്. രാത്രി വിക്രവും വേദയും മേരി ചേച്ചിയും വർഗീസേട്ടനും അനിയൻകുട്ടനും സേതുവും അങ്ങനെ എല്ലാവരും ചേർന്ന് സന്തോഷിന്റെയും ശ്രീലക്ഷ്മിയുടെയും വിവാഹം ഗംഭീരമായി ആഘോഷിക്കുകയാണ്. എല്ലാം മറന്ന് അവർ നൃത്തം ചെയ്യുകയാണ്. ഡാൻസും പാട്ടും ഒക്കെയായി അവർ ആ രാത്രി മനോഹരമാക്കുകയാണ്. അപ്പോൾ അടുത്ത എപ്പിസോഡിനായി നമുക്ക് കാത്തിരിക്കാം. അതുവരേക്കും ബൈ.